ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പൗരത്വ ഭേദഗതി നിയമവുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണ്. സംസ്ഥാന സർക്കാരുകളോട് കൂടിയാലോചിക്കാതെ ചട്ടങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിൽ വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനമായ അസം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അസാമിന്റെ മുഖ്യമന്ത്രിയായ സർബാനന്ദ സോനോവാളാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പരസ്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. രാജ്യത്ത് കുടിയേറിയിരിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതസ്ഥർക്ക് പൗരത്വം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോൾ തന്റെ സംസ്ഥാനത്ത് ഒരു കാരണവശാലും ഒരു വിദേശിയെയും പാർപ്പിക്കില്ല എന്നാണ് അസാമിന്റെ മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിലവിൽ അസാമിലാണ് NRC നടപ്പിലാക്കിയിരിക്കുന്നത്. പൗരത്വ പട്ടികയിൽ ഇടം നേടാതെ ഏകദേശം 19 ലക്ഷത്തോളം ആളുകളാണ് പുറത്തായിരിക്കുന്നത്. ഇതിൽ 5 ലക്ഷത്തോളം മുസ്ലിം വിഭാഗവും ബാക്കി വരുന്ന 14 ലക്ഷത്തോളം പേർ മറ്റു വിഭാഗങ്ങളുമാണ്. യഥാർത്ഥത്തിൽ ഈ പുറത്താക്കപ്പെട്ട 14 ലക്ഷത്തോളം വരുന്ന BJPയുടെ വോട്ട് ബാങ്കായ മുസ്ലിമിതര മതസ്ഥരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നടത്തിയ കേന്ദ്ര സർക്കാരിന്റെ ഗൂഢനീക്കമാണ് പൗരത്വ ഭേദഗതി നിയമം. എന്നാൽ പ്രത്യക്ഷത്തിൽ BJPക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നിയമത്തെ എതിർത്ത് രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങിയ സാഹചര്യത്തിൽ സഖ്യകക്ഷികൾ ഓരോരുത്തരും എതിർത്ത് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ കേന്ദ്ര സർക്കാർ ഈ കരിനിയമവുമായി മുന്നോട്ട് വന്ന് രാജ്യത്തെ ശത്രുപക്ഷത്ത് നിർത്തിയത്, അവർ തന്നെ ഈ നിയമത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്റെ സംസ്ഥാനത്ത് ഒരു വിദേശികളെയും താമസിക്കാൻ അനുവദിക്കില്ല എന്ന BJP ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മുഖത്തേറ്റ അടി തന്നെയാണ്. പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കുന്ന മോദിക്കും അമിത്ഷയ്ക്കും തങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവും മുഖ്യമന്ത്രിയുമായ സോനോവാളിനെയും ആ രാജ്യദ്രോഹികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ധൈര്യമുണ്ടോ? പൗരത്വ രജിസ്റ്ററും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും ആദ്യം മുതൽ തന്നെ സമരരംഗത്തുള്ള സംസ്ഥാനമാണ് അസം. അസാമിൽ BJP നേതാക്കൾക്കും മന്ത്രിമാർക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.